സ്നേഹവന്ദനം അറിയിക്കുന്നു. Greetings to you all in the name of Lord Jesus Christ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. Yes, so the children's session we will start now. They can, Brother Dylan is there, so the children can go along with Brother Dylan. എന്നോട് ഇംഗ്ലീഷിൽ സെഷൻസ് എടുക്കണമെന്നാണ് പറഞ്ഞത്. എങ്കിലും ഒരു ചെറിയ കോൺഫിഡൻസ് കുറവ് തോന്നിയതുകൊണ്ട് പിന്നെ മലയാളത്തിൽ തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. I was asked to speak in English, but I have a little lack of confidence, so I prefer to speak in Malayalam. കേരളത്തിൽ പല സഭകളിലും പല ക്യാമ്പുകളിലും സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേരളത്തിന് വെളിയിൽ എത്ര അനുഗ്രഹമായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റും. So when I attend, when I take the sessions in for different various meetings inside Kerala, I often think how I can effectively take classes for people outside Kerala. കേരളത്തിന് വെളിയിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞാൻ ചിന്തിക്കും കേരളത്തിൽ എത്ര നന്നായിട്ട് വചനം പ്രസംഗിക്കാൻ പറ്റും. So when I go attend the sessions outside Kerala, I think how much better we could do it inside Kerala. ഇതൊക്കെ ഒത്തിരി റിലേറ്റീവ് ആയിരിക്കുന്ന തിങ്കിങ് ആണ്. അതിൽ വലിയ കഥയൊന്നുമില്ല. These are all relative things. There is not much relevance in these things. ഞാനിവിടെ ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. When I was sitting here, I was thinking we are in a very important session. വേറൊന്നുമല്ല, ഫ്ലൈറ്റുകളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നു. ഇപ്പം ഫ്ലൈറ്റ് റൂട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. I just came to realize that I could hear the sounds of aeroplanes going through the sky, and I came to realize that we are sitting just below the sky route. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം, വളരെ ശാന്തമായ സുന്ദരമായിരിക്കുന്ന വളരെ ഗ്രീൻ ആയിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ഇരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ചെയ്യണം. So we are sitting in a place which is green, which is peaceful and calm. So let's make best use of it. ദൈവം തരുന്ന സമയങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. പണം നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ സമയം നഷ്ടപ്പെടുത്തിയാൽ തിരിച്ച് സൃഷ്ടിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. If you look at money, if you lose money, we can redeem the money. We can earn more and we can make up for the losses. But time is not like that. If you waste time, you cannot redeem the time. ഈ സ്ഥലത്ത് നാം ഇരിക്കുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ച് വിളിക്കാൻ തോന്നുന്നത് ഇതൊരു പഴയ നിയമത്തിൽ ഒക്കെ വായിക്കുന്നത് പോലെ ഒരു സമാഗമന കൂടാരമാണ്. And when I sit here, when I observe these things, I feel like we are sitting in a tent or tabernacle. സമാഗമന കൂടാരം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. മോശെ ബലിയർപ്പിക്കാനും ദൈവത്തെ ആരാധിക്കാനും നിർമ്മിച്ച സമാഗമന കൂടാരമല്ല. When I say tent or tabernacle, it doesn't mean the place where the sacrifices used to happen. മോശെ ദൈവത്തിൻ്റെ ജനം പാപം ചെയ്ത സമയത്ത് ക്യാമ്പിൽ നിന്ന് വളരെ ദൂരം മാറി മറ്റൊരു ടെന്റ് താൻ ഉയർത്തി. Moses, when people sin, outside the camp, they used to construct another tent. ആ ടെന്റിൽ മോശെ മിക്കവാറും പോവുകയും അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം തന്നോട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ മുഖാമുഖം സംസാരിക്കുകയും ചെയ്യുന്ന അനുഭവം തനിക്കുണ്ടായിരുന്നു. So Moses often go to this tent and be there, and God's presence used to be there, and Moses used to converse with God like a friend talks to another friend. ആ ടെന്റിനെയും മോശെ വിളിച്ചത് മീറ്റിംഗ് ഓഫ് ടബർനാക്കിൾ എന്നാണ്. And that tent where he used to meet with God, where he experienced the presence of God, he called it a tabernacle. മീറ്റിംഗ് ഹൗസ് എന്ന് പല സ്ഥലങ്ങളിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. In the Bible, this word is translated as meeting house. പഴയകാല ദൈവദാസന്മാരുടെ ഉണർവ് യോഗങ്ങൾ നടന്ന പലയിടങ്ങളും മീറ്റിംഗ് ഹൗസസ് ആയിരുന്നു. And in the Old Testament, many revivals used to, in the olden times, many revivals used to happen in these meeting houses. മീറ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്ന ഇടം. Meeting place means a place where we meet with someone. ഇവിടെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് സന്തോഷകരമായ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ പ്രാഥമികമായിട്ടും
നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനല്ല നാം ഇവിടെ കൂടിയിരിക്കുന്നത്, ദൈവത്തെ കണ്ടുമുട്ടാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. As we are here, we are also enjoying fellowship and we are meeting each other. But the primary purpose of this camp or being here is to meet with God. എല്ലാവരെയും കണ്ടു സന്തോഷമായി, പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടാൻ ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ നമ്മുടെ 3 ദിവസവും തീർന്നു, പരാജയപ്പെട്ടു പോയി. At the end of the third day, if you say that, I met everyone, I had fellowship with everyone, but if you fail to meet with God, then you can say that this camp was a failure. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെക്കുറിച്ച് വിളിച്ചിരിക്കുന്നത് നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ആളുകളാണ്, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ക്ഷമ പ്രാപിച്ച ആളുകളാണ്, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. ഇങ്ങനെയൊക്കെയുള്ള പല ആശയങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. And if you look at the Bible about believers, it is mentioned that the believers are addressed with certain phrases. We are called redeemed. We are called a holy or set apart people, or we are reconciled with God. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പ്രാഥമികമായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. And the passage for our discussion today primarily is from the book of Colossians. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ ജാതീയ സമൂഹത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ക്ഷമ പ്രാപിച്ചിരിക്കുന്നു, നിങ്ങൾ പഴയ ആളുകളല്ല, നിങ്ങൾ പുതിയ ആളുകളാണ്. അതുകൊണ്ട് ഇനിയും പഴയ രീതിയിൽ ജീവിക്കരുത്, പുതിയ ഒരു വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് പുതിയ നിലയിൽ ജീവിക്കുവാൻ തീരുമാനമെടുക്കണം എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. And when you turn to the book of Colossians chapter 3, we can see that Apostle Paul is encouraging, exhorting the believers to saying that you are people who have got repentance. You have got the forgiveness of your sins, and you are a new creation, and you do not live like the old man. You have to live according to the new value system. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മലയാളത്തിൽ ആകയാൽ എന്ന് പറഞ്ഞാണ് അപ്പോസ്തലനായ പൗലോസ് ആരംഭിക്കുന്നത്. 5-ാമത്തെ വാക്യവും ആരംഭിക്കുന്നത് ആകയാൽ, therefore എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. So if you observe the verse 1 of chapter 3, it starts by saying that if then. And also when you come to verse 5, it says therefore. നമ്മുടെ സംസാര മധ്യത്തിൽ അതുകൊണ്ട് അല്ലെങ്കിൽ therefore എന്ന് പറഞ്ഞ് നമ്മളൊരു സംഭാഷണം ബിഗിൻ ചെയ്യുമ്പം അതിൻ്റെ പുറകിൽ പറഞ്ഞ പല കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അടുത്ത ഒരു ഫേസിലേക്ക് നമ്മുടെ സംഭാഷണത്തെ കൊണ്ടുപോകുന്നത്. So when you start your conversation by saying therefore or if then, it means that it has a connection with the passage before. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, ഈ പാസേജിൽ പറയുന്ന ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ ജീവിതം ആരംഭിക്കണം എന്ന് പറയാനുള്ള കാര്യം നാം ക്രിസ്തുവിൽ പുതിയ ആളുകളാണ് എന്ന കാര്യമാണ്. And we can see that chapter 3 verse 1 says that if then you have been raised with Christ, which means that you are a new creation. പുതിയ ജീവിതം എന്ന് പറഞ്ഞാൽ പഴയ ജീവിതത്തിന്റെ തുടർച്ചയല്ല, അത് തികച്ചും പുതിയ ജീവിതമാണ്. We can see that new life does not mean the patched up old life. It means a totally new life. പല ആളുകളും ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും കാലം കത്തോലിക്ക പള്ളി, യാക്കോബായ പള്ളി, ഇപ്പം ഇനി തൊട്ട് മെഡഹള്ളിയിലാണ് അല്ലെങ്കിൽ മത്തിക്കരയാണ്, അങ്ങനെ പുതിയ ഷർട്ട് ഇട്ടു, അല്പം പൗഡർ ഇട്ടു, പുതിയൊരു അപ്പിയറൻസിൽ നമ്മളൊരു ചർച്ചിലേക്ക് പോകുന്നു. പഴയ വിശ്വാസമൊക്കെ തന്നെയാണ്, പണ്ടും ദൈവമുണ്ട്, ഇപ്പോഴും ദൈവമുണ്ട്, പണ്ടും ബൈബിളുണ്ട്, ഇപ്പോഴും ബൈബിളുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഏതാണ്ട് പുതിയ സൃഷ്ടി എന്നല്ല, totally a new creation. In a new life doesn't mean that you were following your old traditions and cultures. For example, you have been a Roman Catholic and then now you are part of a Medharli church or Mathikare church or a Hulma church, and then it doesn't mean that your belief remain the same, your practices remain the same, and then you just going to the new place. That's not what new life means. It's a totally new value system. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് പുതിയ മാതൃകകൾ സൃഷ്ടിക്കണം, പുതിയ വാല്യൂസ് ഡെവലപ്പ് ചെയ്യണം, പുതിയ കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്യണം, പുതിയ രീതികൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. And that's why Apostle Paul is saying that you have to start a new value system. You have to start with the new principles, new belief. ഇതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. So in the first 4 verses of chapter 3, Apostle Paul is talking about the position
of believers in Christ. പൗലോസ് അപ്പോസ്തലൻ ഈ പ്രസ്താവന ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഇഫ് ദെൻ യു വർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നും, ഞാൻ ക്രിസ്തുവിനോടുകൂടി ഉയർത്തപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം വേണമെങ്കിൽ വായനക്കാരുടെ ഉള്ളിൽ വരാം. പക്ഷെ അതല്ല പൗലോസ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മൂലഭാഷയിൽ ആ ഒരു പ്രത്യേക ഗ്രാമർ ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, പഴയ ആളുകളല്ല, ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ ഉയർത്തിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു ഫാക്റ്റാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പുതിയ ജീവിതം സാധ്യമാകും. Even though the verse here starts by saying that if then you have been raised with Christ, this raises a doubt in the mind of the readers. Apostle Paul is doubting whether the believers are really raised with Christ or not. But if you look at the grammar and the structure in the Greek, it does not mean that you have to doubt whether you are raised with Christ, but he is confirming, he is affirming your position in Christ. He is saying that, affirming that you have been raised with Christ. You are a new creation. നമ്മൾ ബൈബിളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞാലും അത്രയും നമ്മൾ ചിന്തിക്കില്ല. പിന്നെ മരിച്ചു, അതൊക്കെ നമ്മളിങ്ങനെ മനപ്പാഠം പിടിച്ചു പോകുന്ന വാക്യങ്ങളാണ്. മരിച്ചു ഉയർത്തുക, കൊള്ളാം, നല്ല കാര്യങ്ങളാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് ജീവിതം മാറണമെങ്കിൽ, കാഴ്ചപ്പാടുകൾ മാറണമെങ്കിൽ ഈ യാഥാർത്ഥ്യം ഒന്നാമത് അംഗീകരിക്കണം. എന്താണ് സത്യമെന്ന് പറയുന്നത്? നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരിക്കുന്നു എന്ന കാര്യം അംഗീകരിച്ചാലാണ് അടുത്ത കാര്യം സാധ്യമാകും. Even we read, when we read these passages, we take things casually. We have died, we are raised with Christ. We don't think too much about this. But Apostle Paul, we can see that he is anchoring the rest of the theology based on this fact that you have been raised with Christ. നമ്മൾ ഇവിടുന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി സൗദി അറേബ്യ ചെന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ കയറി നമ്മൾ UK ചെന്നിറങ്ങിയിട്ട് വരെ നമ്മൾ ബാംഗ്ലൂരത്തെ കാര്യമാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? So imagine that you have taken a flight, you are going to a different place and you have landed, taken a flight from Bangalore and landed in UK. And after landing in UK, you might not think about the things of Bangalore. ബോണിയൊക്കെ ഇടയ്ക്ക് വിദേശത്ത് പോകുന്നതാണ്, അവിടെ ചെന്നിട്ട് ഇവിടുത്തെ കാര്യമാണ് ആലോചിക്കുന്നത്. Sometimes when we go to foreign land, when you land in the foreign place, do you often think about the things of your hometown? ഇടയ്ക്ക് വൈഫിനെ കുറിച്ചും പിള്ളേരെ കുറിച്ചും ചിന്തിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന കമ്പനിക്കാർ ഫയർ ചെയ്യും, വിട്ടോളം പറയും ഇവിടുന്ന്. Even though sometimes we think about our wife and children, you cannot dwell on these things, because if you keep thinking about these things, you might not do the work and your officer boss will fire you. അവിടെ നമ്മൾ ഓഫീസിൽ ഈ മെഷീൻ്റെ മുൻപിൽ ഇരിക്കുന്ന സമയത്ത് നാം ചിന്തിക്കുന്ന മുഴുവൻ, നാം ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം, പുതിയ ആശയങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേറെ എന്ത് ചിന്തിച്ചാലും നമ്മൾ ഫെയിലായി പോകും, പരാജയപ്പെട്ടു പോകും. So if you are on a business trip or if you are on an official trip to some place, then the moment you land there, you might be thinking about how can I fulfill my official duties here. That's what you will be concerned about. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മരിച്ചു, വിശ്വാസികളും മരിച്ചു, കർത്താവ് അടക്കപ്പെട്ടു, വിശ്വാസികളും അടക്കപ്പെട്ടു, കർത്താവിനെ ഉയർപ്പിച്ചു, നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങളിപ്പോൾ സ്വർഗത്തിലാണ്. വിശ്വാസികളെ സ്വർഗത്തിൽ പോകാനുള്ള ആളുകളല്ല, മറിച്ച് അവർ സ്വർഗത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ആത്മീയമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കണം എന്ന ശക്തമായ ഒരു സന്ദേശമാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് എന്നോടും നിങ്ങളോടും ഈ പ്രഭാതത്തിൽ പറയാനായിട്ടുള്ളത്. This morning Apostle Paul has a very strong message to you and for me, and he is saying that Christ has died, you have also died. Christ has been buried, you have also been buried with Christ. Christ has resurrected and you have been also resurrected with Christ Jesus. And this is a strong message that he wants to share with us today morning. രണ്ടാമത്തെ വാക്യം പൗലോസ് അപ്പോസ്തലൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് എബവ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുക, വീട് എങ്ങനെ പണിയും, വാടക എങ്ങനെ കൊടുക്കും, പിള്ളേരെ പഠിപ്പിക്കും, ഫീസ് എങ്ങനെ കൊടുക്കും, ഇത് തന്നെ 24 hours ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത്. സ്വർഗത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മീയമായിരിക്കുന്ന വിഷയങ്ങൾ, ആക്കി വെക്കപ്പെട്ട സ്ഥലത്തെ വിഷയങ്ങൾ ചിന്തിക്കണം, ധ്യാനിക്കണം എന്ന ശക്തമായ ഒരു സന്ദേശം അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ്യയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ജാതികളായിരിക്കുന്ന വിശ്വാസികളോട് പങ്കുവെക്കുകയാണ്. And Apostle Paul is here giving a strong message to the Gentile believers who have been saved from their
Gentile backgrounds that, if you have been raised with Christ Jesus Christ, if you are raised with Christ Jesus, then you have to set your minds on the things above. You are no longer thinking about concern with the things of the world. ഈ ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? So what does it mean by set your minds on the things above? പ്രിയമുള്ളവരെ, ആത്മീയമായിരിക്കുന്ന വിഷയങ്ങൾ ചിന്തിക്കണം, ധ്യാനിക്കണം എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്. And it means that Apostle Paul is clearly thinking about you need to be meditating on the spiritual things of the spiritual realm. നമ്മൾ ഭൂമിയിലെ കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. We always think of the earthly things. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, ദൈവത്തിൻ്റെ വചനത്തെ എങ്ങനെ അനുസരിക്കാം, ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങാം, ഇതൊക്കെ നമ്മുടെ പ്രാഥമിക വിഷയങ്ങളല്ല. And when you live in this world, we are mostly concerned about the earthly things, and we are not worried about how can I live a better Christian life, how can I be more effective in meditating the word of God. And these things are not our primary purpose when we live in this world. നമ്മുടെ അടിസ്ഥാനപരമായിരിക്കുന്ന താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും എന്ന് പറയുന്നത് ആത്മീയമായിരിക്കട്ടെ, എന്നാലാണ് നമുക്ക് പുരോഗതി പ്രാപിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. Your primary concern, our primary concern while we live in this world, if we have been raised with Christ Jesus, should be the spiritual matters. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ദിവസം പ്രാർത്ഥിച്ച് ആരംഭിച്ചില്ലെങ്കിൽ we don't have any problem. We don't have any problem if we don't start the day with the word of prayer. ഒരു ദിവസം വചനം ധ്യാനിച്ച് ആരംഭിച്ചില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. And if we don't start the day after meditating with the meditation of the word of God, we don't have any problem. അപ്പോൾ ഒരു സഹോദരൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ രാവിലെകളിൽ എഴുന്നേറ്റ് ബൈബിൾ ധ്യാനിച്ചില്ല, പ്രാർത്ഥിച്ചില്ല എന്നുള്ള കാര്യം എന്നെ അശേഷം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, എന്നെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താങ്കളുടെ ക്രിസ്തീയ ജീവിതം ക്രമം വിട്ട് താഴേക്ക് പോയിരിക്കുന്നു. One brother once he said that, I don't feel any problem if I don't read or pray or meditate the word of God, which means that he has gone from the ideal case. He has gone down in his spiritual life. കർത്താവിനോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് മിസ് ചെയ്താലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന നിലയിൽ നമ്മുടെ ഹൃദയം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം വളരെ അപകടകരമായിരിക്കുന്ന സ്ഥിതിയിൽ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. If you don't feel any hurt, if you don't feel any pain when you don't have fellowship with God, which means that you have been deprived spiritually. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ ആശയം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And we can see that verses 2 to 4 this thought is being repeated by Apostle Paul. 1-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയും, seek those things which are above, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. And here he says that seek the things of the above. ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, ചിന്തിക്കണം എന്ന് പറയുകയാണ്. And Apostle Paul is saying that you need to seek, you need to look for the things that are above. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്നാണോ? Does it mean that you need to leave from this place and go to a monastery and live a life like a saint? അങ്ങനെയല്ല. And that's not what Apostle Paul is meaning here. നോവയെ കുറിച്ച് വായിക്കുന്ന പ്രസ്താവന വളരെ ബാലൻസ്ഡ് ആയിരിക്കുന്ന പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് നോവ ദൈവത്തോടു കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. രണ്ടും അവിടെ ബാലൻസ്ഡ് ആണ്. And we can see that when we read about Noah, we can see that he lived in this world, he walked with God, and he had sons and daughters. Which means that it's a balanced view. താൻ ഭാര്യയോടുകൂടെ ജീവിച്ചു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, അവരെ വളർത്തിയെടുത്തു, അവർക്ക് ജീവിത പങ്കാളികളെ കണ്ടെത്തി. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിച്ചു, ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് പെട്ടകത്തെ പണിതു, ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഉയരത്തുള്ളത് അന്വേഷിക്കണം, ഉയരത്തുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കണ്ട, ജീവിക്കണ്ട എന്നൊന്നുമല്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യേണ്ടത് സ്വർഗത്തിലും സ്വർഗീയമായിരിക്കുന്ന വിഷയങ്ങളിലുമാണ് എന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വണ്ണം പറഞ്ഞു വെക്കുക. So we can see that if you look at the life of Noah, he didn't leave his wife, he didn't leave his children, he didn't leave his family to live a holy life. But we can see that he lived in the world, he lived with his wife, he had sons and daughters, normal things of the life he lived. But we can see that he lived a life with God.
ഒരിക്കലും ഒരു വീട്ടിലെ 2 സഹോദരിമാർ അവർ നൃത്തത്തിനും പാട്ടിനും വളരെ പ്രസിദ്ധരായിരിക്കുന്ന പെൺപിള്ളേരായിരുന്നു. So in a story, there was a family and there were 2 daughters, and one daughter was proficient in singing, and another daughter, she was proficient in dancing. എന്നാൽ ഒരു സമയത്ത് അവർ ജീവിത രൂപാന്തരത്തിന് വിധേയപ്പെട്ടു, കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യാനായിട്ടിടയായി തീർന്നു. And once they heard the gospel and they became believers, they gave their life to committed their life to Christ. അതിനുശേഷം ചില ആഴ്ചകൾ കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് ഒരു വലിയ ഡാൻസിങ് പാർട്ടി നടന്ന സമയത്ത് അതിൻ്റെ ഓർഗനൈസേഴ്സ് ഈ സിസ്റ്റേഴ്സിനെ വിളിച്ചു, പ്ലീസ് കം, വരണം എന്ന് പറഞ്ഞു. And after a few days after that, there was one event, and the organizers called these sisters and said, you need to come and perform for this occasion. അപ്പോൾ ഈ സിസ്റ്റേഴ്സ്, ഈ പെൺപിള്ളേർ അതിൻ്റെ ഓർഗനൈസേഴ്സിന് ഒരു ലെറ്റർ എഴുതി അയച്ചു. വി റിഗ്രറ്റ് ദാറ്റ് വി കനോട്ട് അറ്റൻഡ് ബിക്കോസ് വി റീസെൻ്റ്ലി ഡൈഡ്. ഞങ്ങൾ മരിച്ചുപോയി, അതുകൊണ്ട് വരാനായിട്ട് പറ്റുകയില്ല. So these sisters replied back to the organizers saying that we cannot attend the event because we died, and because of that we cannot come. അവർക്ക് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് പറയുന്ന സത്യം, യാഥാർത്ഥ്യം, അതൊരു സത്യമായി ഇരിക്കുകയല്ല ചെയ്ത്, മറിച്ച് അവരുടെ ഹൃദയത്തെ പിടിച്ച് കുലുക്കിയ, തീരുമാനങ്ങളെ സ്വാധീനിച്ച, കാഴ്ചപ്പാടുകളെ വ്യതിയാനപ്പെടുത്തിയ, ജീവിതത്തിൻ്റെ ദിശാബോധത്തെ രൂപപ്പെടുത്തിയ ഒരു സത്യമായിരുന്നു. ആ നിലയിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുമ്പോഴാണ് നമ്മുടെ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നത്. So we can see that for these sisters, the fact that they have been died with Christ and they have been buried with Jesus Christ did not remain just as a fact alone, but it was a truth that has shapen their reality and that has reoriented their life. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചും ഈ ബൈബിളും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ ശരിയാവൂ, അത് മാത്രം മതിയോ, സുരക്ഷിതമാകൂ എൻ്റെ ജീവിതം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. Sometimes we think that if I live this Christian life, if I just read the Bible and pray, we might think, is that enough? Will that make my life secure? നമ്മുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ, ഡയമണ്ട്സ്, പിന്നെ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ എവിടെയാണ് സാധാരണ വെക്കുന്നത്? If you observe, if you think about your most valuable things at your home, like your ornaments of gold or diamond, where do you keep those things at home? എല്ലാവരും വരുന്ന സ്ഥലത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വിധത്തിൽ ഡ്രോയിങ് റൂമിൽ ടീപ്പോയുടെ മുകളിൽ ഇതൊക്കെ വിതറിയിടുവാരെങ്കിലും ഇല്ല. No, you don't put these things in your living room on the top of sofa where everyone comes. അത് നമ്മൾ സാധാരണ വീട്ടിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, സേഫ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ, അല്ലെങ്കിൽ സേഫ് ആയിരിക്കുന്ന മറ്റൊരു സ്ഥലത്ത് നാം അത് വെക്കും. So normally we put these valuable things in a locker or in a safe which is secure and safe and secure. സ്വർഗത്തിലെ ദൈവം ഈ വിശ്വാസികളെ തൻ്റെ പുത്രന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ച ഒരു കാര്യം, ഇവരെ സുരക്ഷിതമായിട്ട് എവിടെ വെക്കാനായിട്ട് പറ്റും. And when Apostle Paul thought about the believers who have been secured by the precious blood of Christ, he was thinking, where I can keep them safe. വിശ്വാസികൾക്ക് തങ്ങളുടെ രക്ഷയെക്കുറിച്ച് വലിയ വിലയില്ലെങ്കിലും, സഹവിശ്വാസികളെ വിലയില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം വിശ്വാസികളെ വളരെ വിലമതിക്കുന്നുണ്ട്. And we can see that even though we believers, we may not value our co-believers, our other believers much, we can see that the Father in heaven, he values us all. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, വിശ്വാസികളെ ദൈവം വെച്ചിരിക്കുന്നത് സേഫസ്റ്റ് ആയിരിക്കുന്ന സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ ഇൻ ക്രൈസ്റ്റ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ തുറന്നിട്ട് വിശ്വാസികളെ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആശയമാണ് പൗലോസ് ഡെവലപ്പ് ചെയ്തെടുത്തത്. Apostle Paul says that the believers are kept in the most safest place, that is in Christ. That is the most secure and most safe place for us. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ക്രിസ്തുവിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം വളരെ സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥാനത്താണ്. Dear brothers and sisters, we are in Christ. That means that we are in the most safest place. A.T. റോബർട്ട്സൺ എന്ന് പറയുന്ന പുതിയ നിയമ പണ്ഡിതൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത്, കള്ളന്മാരോ കൊള്ളക്കാരോ ഈവൻ പിശാചിന് പോലും എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ലാതെ വണ്ണം സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തുവിലാണ് ദൈവം തന്റെ മക്കളെ വെച്ചിരിക്കുന്നത്. M.G. Robertson, a New Testament scholar, he said like this, that the believers are kept in the most safest place where the thieves cannot come, the
the robbers cannot come, or even the devil cannot touch them because they are in Christ. ഈ വിശ്വാസികളുടെ ജീവിതം മാറി വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ അധികം രൂപാന്തരം വരാത്തതിന്റെ കാര്യം ഹൃദയത്തിൽ പരിവർത്തനം വരാത്തത് കൊണ്ടാണ്. The reason why the believers are not changing is because their hearts are not being transformed. ഹൃദയത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. And the fundamental problem of believers is the problem of the heart. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. And Apostle Paul is saying that be renewed in your mind. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്നാ ചിന്തിക്കുന്നേ? From the morning till the end, till the evening, what are we thinking? സാധാരണ പുരുഷന്മാർ ചിന്തിക്കുന്നത് എങ്ങനെ കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. Typically, men think about how can we make more money. സഹോദരിമാർ ചിന്തിക്കുന്നത് ഭർത്താവിനെയും പിള്ളേരെയും കുറിച്ചൊക്കെയാണ്. And the wives, the women in the house, they think mostly about their husbands. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി 100,000 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. And they also think about all the household chores and things. അപ്പൊ അതൊന്നും ചിന്തിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രൈമറി തിങ്കിങ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. Now, I'm not saying that you should not think about all these things, but primarily we should be setting our minds on the things above. പൗലോസ് അപ്പോസ്തലൻ വേറൊരു വേദഭാഗത്ത് പറയുന്നു ഇഷ്ടം പോലെ ചിന്തിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല. ഇഷ്ടം പോലെ ചിന്തിച്ച് ജീവിതവും ക്രിസ്തീയ ജീവിതവും കൂടെ ഒരുമിച്ച് പോവില്ല. And Apostle Paul is saying that you cannot live according to your will, according to whatever you desire, because that is not compatible with Christian life. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ചിന്തിച്ചാൽ ആത്മീയരാകാൻ പറ്റില്ല. വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് മാതൃകളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ആത്മീയമായ സന്തോഷവും പുരോഗതിയും അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Only if we set our minds on the spiritual things, then only we can progress spiritually. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെ ചിന്തിച്ചു കൊള്ളുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്. And Apostle Paul is saying that finally, dear brethren, think on the things which are noble, which are good, which are edifying. എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ വിശ്വാസികൾ പരാജയപ്പെട്ടു പോകും. We cannot live thinking about everything and anything. ചിലര് മാനസിക രോഗികളായി പോകും. If you think about a thing like this, some people will become. ചിലര് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കും. Some people think about suicide. ചിലര് പിന്മാറ്റത്തിൽ പോവും. Some people will backslide. ചിലര് വളരെ മോശമായിരിക്കുന്ന പ്രതികരണങ്ങളിലേക്ക് പോവും. Some people will resort to negative. ചിലരുടെ ഉള്ളിലെ ദേഷ്യവും കോപവും ക്രോധവും നിറയും. Some people will be filled with resentment and anger. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്താഗതികൾ വളരെ മോശമാണ്. And the reason is that their thinking pattern, their thinking framework is. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. Let's progress. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു മനുഷ്യൻ ക്രിസ്തുവിലാണെന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അത്രയും പറഞ്ഞാൽ പോരാ. അതനുസരിച്ച് പ്രായോഗിക ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തണം എന്നാണ് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. Now let's come to verses 5 to 11. And here we can see that Apostle Paul is saying that you are in Christ Jesus, but that is not the end of everything. He is saying that it should bring some practical changes. പൗലോസ് അപ്പോസ്തലൻ 5-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ധാർമ്മിക ജീവിതത്തിലും കാഴ്ചപ്പാടുകളിലും വ്യത്യാസം വരുത്തണം. And in verse 5, Apostle Paul is saying that it should change your morality and moral life. മോറൽ ലൈഫിൽ വലിയ വ്യത്യാസങ്ങൾ വരേണ്ടത് വളരെ ആവശ്യമാണ്. And it is very important that our morality, moral values and principle system has to be changed. പ്രിയമുള്ളവരെ, നമ്മുടെ പണം നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ വസ്തുവകൾ നഷ്ടപ്പെട്ടാലും സങ്കടം വരുമായിരിക്കും. പക്ഷേ ഒത്തിരി സങ്കടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചുണ്ടാക്കാം. പക്ഷേ നമ്മുടെ ധാർമ്മിക ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധ്യമല്ല. Dear brothers and sisters, if we lose our valuables, if we lose our money, maybe we can regain that. But if you play with the moral values, if your moral value system is declining, then you are in big trouble. ദൈവം പാപങ്ങളെ ക്ഷമിച്ചു തരില്ലെന്നല്ല ഞാൻ പറയുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കും. പക്ഷേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. I'm not saying that Christ will not forgive your sins. Christ will forgive your sins because of Christ Jesus. But what I'm saying is that all the wasted opportunities you
you will not regain. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ചില പാപങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഫോർണിക്കേഷൻ, അൺക്ലെൻലിനെസ്, പാഷൻ, ഈവിൾ ഡിസയർ, കവച്ചസ്നെസ്, ഇതെല്ലാം പറയുകയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞേച്ച് പൗലോസ് പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. And Apostle Paul is giving a list of things, moral issues, sexual immorality, impurity, passion, evil desires, covetousness. And after saying this list, Apostle Paul is saying one very important thing. ഇപ്പം നിങ്ങളെ ഓഫീസിലോ വരുന്ന വഴിക്കോ ആരെങ്കിലും തടഞ്ഞു നിർത്തിച്ച് പറയാം നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഫീലിംഗ്? Just imagine that you are coming here and then one person stops you in between and he says that I am going to kill you. ചിലർ ബോധം കെട്ട് വീഴും. Some people will faint that moment. ചിലപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളിങ്ങനെ നിന്നു പോകും. Some people will be shocked after hearing such a statement. ചിലർ ഓടും. Some people will run away from there. പൗലോസ് അങ്ങനെ ഒരു വാക്ക് ഇവിടെ പറഞ്ഞ് കൊന്നു കളഞ്ഞേക്കണം. മലയാളത്തിൽ പറഞ്ഞാൽ, ഇനി കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ പുട്ട് ടു ഡെത്ത്, അല്ലെങ്കിൽ മരിപ്പിച്ചേക്കണം, വെച്ചോണ്ടിരിക്കരുതെന്നാണ് പറയുന്നത്. And Apostle Paul is using such a language here. He is saying that, in your purest sense, he is saying that kill all these list of things, or in a decent way we can say that put to death. ഈ ആ മരിപ്പിപ്പിന് എന്ന് പറയുന്ന വാക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ആശയങ്ങൾ മോട്ടിഫൈ ഇറ്റ്, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് റെസല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ചെയ്യണം, നാളേക്ക് മാറ്റി വെക്കരുത്. അത് ഗൗരവമായി ചെയ്യണം, തീരുമാനത്തോടെ ചെയ്യണം എന്ന് പറയുന്ന ശക്തമായ ആശയമാണ് പൗലോസ് അപ്പോസ്തലൻ പങ്കുവയ്ക്കുന്നത്. The phrase used here, that is put to death, it means that mortify it or do it resolutely, do it willfully, do it now. He is using a strong language here. പ്രിയമുള്ളവരെ, വളരെ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളാണ്, പുതിയ സ്റ്റാറ്റസിലേക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു, പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു, സ്വർഗത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത്? So he is saying that about our position, you have been raised with Christ, you are in the heavenly places, and he is asking how you ought to live. നാലാം വാക്യത്തിൽ പൗലോസ് പറയുന്ന പോലെ മഹത്വത്തിൽ വെളിപ്പെടാനുള്ള ആളുകളാണ് വിശ്വാസികൾ. In verse 4 he is saying that we will also appear with him in glory when he comes. അങ്ങനെയുള്ള വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന പ്രധാനപ്പെട്ട നിലവാരമാണ് ധാർമ്മിക വിശുദ്ധിയിലുള്ള നിലവാരം. And the believers who are raised with Christ Jesus, who are going to appear with him in glory, they have to keep high standards of morality. ചെറുപ്പക്കാരായിരിക്കുന്ന ദൈവമക്കള് വിശുദ്ധിയിൽ നിൽക്കണം. And all the young believers, they have to stand in holiness. ഇപ്പൊ നമ്മൾ വിചാരിക്കും ചെറുപ്പക്കാര് വിശുദ്ധിയിൽ നിന്നാൽ മതി, കുഴപ്പമില്ല. We might think only the young believers or the youths are supposed to live a holy life. അബ്രഹാം അങ്ങനെ വയസ്സ് എന്ന് വൃദ്ധനായ ശേഷം യഹോവയായ ദൈവം തനിക്ക് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. And Abraham, when he was very old, God appeared to him and he told Abraham that you walk before me in holiness. ഏത് പ്രായത്തിലുള്ള വിശ്വാസികളും വിശുദ്ധി കീപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. And be holy, that is a commandment to all believers irrespective of their age. പ്രായോഗിക വിശുദ്ധിക്ക് തടസ്സം നിൽക്കുന്ന 1000 കാര്യങ്ങൾ നമ്മുടെ ഓഫീസിലും നമ്മുടെ വിരൽത്തുമ്പിലും ഉണ്ട്. There are so many things that will hinder our practical holiness in our office or even at our fingertips. പോർണോഗ്രഫിക്ക് അടിമപ്പെട്ടുപോയി എത്രയോ വിശ്വാസികളുണ്ട്. There are so many believers who have been addicted to pornography. ദിവസേന വാച്ച് ചെയ്യുന്ന എത്ര വിശ്വാസികളുണ്ട്? ദിവസേന വാച്ച് ചെയ്യുന്നവരെത്ര? Yeah, so those who are addicted to pornography, they are even watching it daily. വളരെ മോശം സിനിമകൾ ദിനംപ്രതി കാണുന്ന എത്രയോ വിശ്വാസികളുണ്ട്. There are so many believers who watch movies which are not good. മോശം ലിറ്ററേച്ചർ ഹാൻഡിൽ ചെയ്യുന്ന എത്ര വിശ്വാസികളുണ്ട്? And there are many believers who read the literature which is not fit for believers. വളരെ മോശമായി ചിന്തിക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട്. There are many believers who sin in their thinking. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയുള്ള എല്ലാ മനുഷ്യരോട് പറയുന്നത് put to death. And Apostle Paul is talking to all these believers who are involved in these things that you have to put to death. പ്രിയമുള്ളവരെ, നമ്മുടെ നിലവാരം വളരെ താഴെയാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളുടെ നിലവാരം താഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല. And dear brothers and sisters, our moral standard may be low, but Apostle Paul is not intending to make it even lower. 1 കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും. And if you read the passage here, we will be startled thinking about this. പൗലോസ് പറയുന്നത്
ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വായിച്ചാൽ, ബട്ട് നൗ ഐ ഹാവ് റിട്ടൺ ടു യു നോട്ട് ടു കീപ് കമ്പനി വിത്ത് എനി വൺ നെയ്മഡ് എ ബ്രദർ, then pay attention, who is sexually immoral or covetous or an idolater or a reviler or a drunkard or an extortioner, not even to eat with such a person. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടയാളാണ്, ദൈവ പൈതലാണ്, ദൈവമക്കളാണ് എന്നെല്ലാം അവകാശപ്പെടുന്ന ആളെക്കുറിച്ച് പറയുന്നത് അവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവൻ്റെ ഒപ്പം ഒരു കപ്പ് ചായ പോലും കഴിക്കാൻ വിശ്വാസികൾ നിന്നേക്കരുതെന്നാണ് പറയുന്നത്. You know, if Apostle Paul is saying that if you claim to be a believer, then you should not have any company with these adulterers or fornicators, and you should not even have a cup of tea with them. ഇത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പുറത്തുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പോകേണ്ടി വരും. പുറത്തുള്ളവരെ കുറിച്ചല്ല, അകത്തുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. And Apostle Paul is saying that I am not talking about the people outside, but of the people inside. പക്ഷെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവവചനത്തിലെ ഉപദേശങ്ങളോട് പൊരുത്തപ്പെടാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതശൈലിയോട് പൊരുത്തപ്പെടാത്ത അങ്ങനെയുള്ള മനുഷ്യരുമാണ് നമ്മുടെ അടുത്ത സൗഹൃദങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അടുത്തുനിന്ന് സംസാരിക്കില്ല, പക്ഷേ നമുക്ക് മൊബൈലിൽ വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന ഡോക്ട്രിൻസ്, ക്ലാസ്സുകൾ, ഇതെല്ലാം അപ്പാടെ തകർന്നു കിടക്കുന്ന കാര്യങ്ങളാണ്. You know, sometimes we get to say that, you know, our close friends, the people from whom we receive some guidance or encouragement, they may not be even believers, and you know, they might be the people in this list. പൗലോസ് പറയുന്നത് ക്രിസ്തുവിലായിരിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ വരണം. And Apostle Paul is saying that, you know, the believers, their life should change in these areas. മാത്രമല്ല പൗലോസ് പറയുന്നത് ഈ കവച്ചസ്നെസ്സിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് പറയുന്നത് അത് പലപ്പോഴും ദൈവത്തെ ഇറക്കി വിട്ടേച്ച് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്ന ഒരു സംഗതിയാണ്. And here we can see the term covetousness, which means that keeping God from the primary position and putting something there. കവച്ചസ്നെസ്സിനെ കുറിച്ച് പൗലോസ് പറയുന്നത് വിഗ്രഹാരാധനയാണെന്നാണ് പറയുന്നത്. വിഗ്രഹാരാധന. Paul talks about covetousness, idolatry. പ്രിയമുള്ളവരെ, നമുക്ക് ജീവിക്കാനായിട്ട് പ്രയാസമുണ്ട്. Dear brothers and sisters, it is very difficult for us to live in this world. ഉള്ള ശമ്പളം കൊണ്ട് ഒരുപക്ഷെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് വിശ്വാസികൾ പാടുപെടും. Maybe it's very difficult to meet both ends with. നമ്മുടെ മുമ്പിലുള്ള ആവശ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും അനവധിയാണ്. And the needs for us will be too much. പക്ഷേ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് പരിമിതമാണ്. And you know, our income is very limited. അത് പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ച് ആകുലപ്പെടുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് അയ്യോ ഈ കാര്യങ്ങൾ എന്ന നിലയിൽ ചിന്തിച്ച് അവസാനം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് ഇത് തന്നെയായിട്ട് മാറിപ്പോകും. And you know, sometimes what we do is that we think often too much about these things. അങ്ങനെ വരുമ്പം വിശ്വാസ ജീവിതം എളുപ്പമല്ല. And at those times it is not very easy to lead a Christian life. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും. And in the word of God we can see that my God will remove all these difficulties. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റി തരുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഇല്ലേ? And there is a God with us who can, you know, fulfill all our needs. നമ്മൾ ചിന്തിച്ച് ആകുലപ്പെട്ടതുകൊണ്ടാണോ നാം ഇതുവരെ എത്തിപ്പെട്ടത്? And do you think that we have reached this position because ദൈവം നമ്മെ നടത്തിയതുകൊണ്ടല്ലേ നാം ഇതുവരെ നടന്നത്? You know, we have reached this position only because God has led us. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഈ ധാർമ്മിക വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. And after talking about this moral issues, Paul is again going further. 8-ാം വാക്യത്തിലേക്ക് വരുമ്പം പൗലോസ് പറയുന്നത് നിങ്ങളുടെ സംസാരത്തിൽ വിശുദ്ധി കീപ്പ് ചെയ്യണം. And when you come to verse 8, he is talking about you know, being holy in your conversation. പൗലോസ് പറഞ്ഞു, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. And verse 8 he says that, but now you must put them all away, anger, wrath, malice, slander and obscene talk from your mouth. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പല അളവിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. And we can see that all these things in the list we have kept in our heart at certain levels. പക്ഷേ നമ്മൾ പറയുന്നത് ഞങ്ങൾ
കർത്താവിനോടുകൂടെ വെളിപ്പെടാൻ പോകുന്ന ആളുകളാണ്. But we are saying that we are claiming that we are going to appear with Jesus Christ in the പ്രിയമുള്ളവരെ, ഭാര്യയോട് വേണ്ടിയിട്ട് ദിവസങ്ങളായ സഹോദരന്മാർ, there are brothers who have not talked to their wife for long. സഹോദരന്മാരോട് വളരെ കൈൻഡായി സംസാരിച്ചിട്ട് ദിവസങ്ങളായ സിസ്റ്റേഴ്സ്, There are sisters who have passed many days talking kindly to the believers. മാതാപിതാക്കളോട് യാതൊരു റെവറൻസും ഇല്ലാത്ത മക്കള്, Children who don't show any reverence to their parents. മക്കളോട് വാത്സല്യമില്ലാത്ത പേരൻസ്, The parents who show no mercy and kindness to their children. അവരോട് വഴക്കുണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ, And children who are always rebellious against their parents. പ്രിയമുള്ളവർ, ഇതൊക്കെ ദൈവജനത്തിന്റെ ഹൃദയത്തിലെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന പാപങ്ങളാണ്. And we can see that these are all sins deep rooted in believers' life. ദൈവത്തിന്റെ മക്കളോടും ദൈവത്തിന്റെ ദാസന്മാരോടും ഹൃദയത്തിന്റെ ഉള്ളിൽ ഈർഷ്യയും കോപവും സൂക്ഷിച്ചിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവര്. And there are many believers who have kept in their heart anger and wrath against other believers. അപ്പോസ്തലൻ പറയുന്നത് കോപവും ക്രോധവും ഈർഷ്യയും വായിൽ നിന്ന് വരുന്ന ദുർഭാഷണവും മാറ്റിവെക്കാതെ ഒരു വിശ്വാസിക്ക് രൂപാന്തരപ്പെട്ട ആളായിട്ട് തുടരുവാൻ സാധിക്കുകയില്ല. And Paul is saying that without keeping all these things away, anger, wrath, malice and pride, you cannot live as a believer. വർഷങ്ങളായിട്ട് ഉള്ളില് ദോഷം സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യര്, People who have kept the wrongdoings, wrong things in their heart for many years. ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിച്ചാൽ നമുക്കത് മാറ്റാനായിട്ട് താല്പര്യമില്ല. നമ്മൾ പറയുന്നത് അത് എന്റെ അവകാശമാണ്. Even though we are convinced about the word of God, about these things, we are not ready to change these things. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വചനധ്യാനം എന്ന് പറയുന്ന ഒന്ന് പൊളിച്ചെടുക്കുന്നത് നല്ലതാണ്. Dear brothers and sisters, we need to reevaluate the quiet time or the meditation that we do. നമ്മൾ ഏത് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം നോക്കുന്നത് നീ വിശുദ്ധനാണോ എന്നുള്ള കാര്യമാണ്. No matter from which college you graduate from, what God looks at is whether you are holy. അമേരിക്കയിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന വേദശാസ്ത്ര സർവകലാശാലയിൽ നിന്ന് ഈ PhD എടുത്താലും അല്ലെങ്കിൽ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc പാസ്സായാലും ഞാൻ നിങ്ങളോട് പറയാം, എന്നോടും പറയാം, നമ്മുടെ ഹൃദയത്തിൽ വ്യത്യാസങ്ങൾ വരുത്താൻ തയ്യാറല്ലെങ്കിൽ യാതൊരു പ്രയോജനവും നമുക്കുണ്ടാകാനായിട്ട് പോകുന്നില്ല. You might be a person who might have got a doctorate or a higher degree from a most famous college in the US, or you might have been earned a degree from your local college in your locality. But no matter who you are, what degree you have, if you are not ready to change, if you are not ready to live a holy life. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ബൈബിൾ ധ്യാനിക്കുന്നത്? Let me ask you a question. How do you meditate the word of God? ഇതെങ്ങനെ ഈ സൂത്രം വായിക്കുന്നത് എല്ലാ ദിവസവും? How do you read this word of God every day? എങ്ങനെയാ വായിക്കുന്നത്? മലയാളത്തിൽ വായിക്കുന്നു, ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഗ്രീക്കിൽ വായിക്കുന്നു, ഹീബ്രുവിൽ വായിക്കുന്നു, പക്ഷെ വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എവിടെ കൊണ്ടായി വായിക്കുന്നത് എന്നുള്ളതാണ്. People are reading the Bible in Malayalam, different translations, Greek and Hebrew, but there is no change happening. Then the question is, how you are reading this? എങ്ങനെയാ വായിക്കുന്ന പ്രിയമുള്ളവരെ? How are you reading this word? എന്താ ഈ വചന ധ്യാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What does it mean to meditate the word of God? ഇപ്പം ഞാൻ ഈ വേദഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മളിത് കണ്ടല്ലോ, പറയുകയാണ് സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബവ്, ഉയരത്തുള്ളത് ചിന്തിപ്പിൻ എന്നൊരു വാക്യം വായിച്ചു വന്നപ്പം കണ്ടു. So as I'm reading the passage, I saw a phrase, I saw a verse that set your mind on the things that are above. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഞാനിപ്പം 1-2 ദിവസമായിട്ട് ചിന്തിക്കുന്നത് എന്താ ശരിക്കും? So I'm thinking what I have been thinking in the past 2-3 days. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ ജീവിക്കൂ എന്നുള്ള കാര്യമാണ്. Now I've been thinking about how I will live in this world. ഞാൻ ചിന്തിക്കുന്നത് ബോണിക്കെതിരെയാണ്. And I'm thinking negatively against a believer. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഭാര്യക്കെതിരെയാണ്. And I'm thinking against, I'm a bit angry towards my wife, and I'm thinking against her. അപ്പോൾ എൻ്റെ ചിന്ത ശരിയാണോ? So is my thinking correct? ഞാൻ ചിന്തിക്കുന്നത് സഭയിലെ മൂപ്പന്മാർക്കെതിരെയാണ്. No, I am thinking evil against the believers, against the elders of the church. അപ്പോൾ ഈ വാക്യവുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പം എന്താ ഈ വചനധ്യാനം എന്ന് പറഞ്ഞാൽ, So when you read this verse and you have been a person who are nurturing these kind of evil things, ആ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്നു വെച്ച് മോനെ ഇഞ്ഞു വന്നതെന്ന് പറയും, മോളെ യു കം ഹിയർ, എന്നിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നിന്റെ ചിന്താഗതി മാറ്റണം.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ആ പേജ് പയ്യെ മറിച്ചിട്ട് നമ്മൾ ക്വയറ്റ് ടൈം എടുത്തെന്നും പറഞ്ഞ് പോവുകയാണ്. എന്ത് ക്വയറ്റ് ടൈമാണിത്? If it is a true meditation, then you have to discuss these things with God about these things, about the things that you need to correct, the changes that you need to make in your thinking. But what you will do is that you simply turn the pages and you say that my quiet time is over without making any change. ഒരിക്കൽ 10-40 വർഷം പഴക്കമുള്ള ഒരു സഭയിൽ ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു വരാനിടയായി. Once in a church which is almost 40 years old, a person, he became a believer. ഈ കക്ഷി ഭയങ്കര സ്പീഡിൽ സ്പിരിച്വലി വളർന്നു. And this person, he grew spiritually very fast. ഒരു 5 വർഷം കൊണ്ട് ഈ ചർച്ചിലെ കണ്ണായ ഒരു സഹോദരനായിട്ട് ഇദ്ദേഹം മാറി. And in 5 years, he grew so fast, he became a very beloved and dear brother in this church. അത് ചർച്ചിൽ വിഷയമായി. And that became an issue in the church. ഞങ്ങൾ ഇത്രയും സീനിയേഴ്സ് ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ വളർന്ന ഏറ്റവും ഫ്രണ്ടിൽ പോയാൽ ശരിയാവൂ? Because they say that we are seniors, we are here believers for so many years, and how can you grow so fast and be ahead of us? അത് ആ ചർച്ചിൽ തലയിൽ ഈ തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഹൃദയം ഇപ്പോഴും മരിച്ചു പോകാത്ത ചില സഹോദരന്മാരുണ്ടായിരുന്നു. But there are certain brothers who are thinking, who are true to their sincere. അപ്പോൾ അവർ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇതെങ്ങനെയാ സാധിച്ചതെന്ന് ചോദിച്ചു. They were astonished by this person's growth, and then they asked this believer, brother, how did you grow so fast? അപ്പോൾ അവർ ചോദിച്ചു, എന്തിനെ കുറിച്ച് പറയുന്നത്, എന്താ നിങ്ങളുടെ ചോദ്യം? അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. And he was not very sure what they were meaning, and he asked, what are you talking about? അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ, നീ വളരെ സ്പിരിച്വലി നല്ല സന്തോഷമായിട്ട് മുന്നോട്ട്, ഞങ്ങൾക്കൊന്നും ഇത്രയും സന്തോഷമില്ല, നിന്റെ ജീവിതത്തിൽ നല്ല രൂപാന്തരവും ഒത്തിരി ഫലങ്ങളും ഒക്കെ ഉണ്ട്, ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്ന് ചോദിച്ചു. So they clarified this question. They said, brother, we see a lot of changes in you, we see a lot of transformation, you're having a lot of joy in your face, your life is very fruitful. How did you manage to be so fruitful in such a short time? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വചനം ധ്യാനിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു ഞാനിവിടെ വന്നപ്പോൾ. So they said, you have taught us to meditate on the word of God when I first came here. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്നും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കണമെന്നും പഠിപ്പിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. പഠിപ്പിച്ചു. Yeah, you have taught me that when you read the word of God, Holy Spirit will talk to you. You need to listen to the words of the Holy Spirit. Haven't you taught me? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനിങ്ങനെ രാവിലെ ബൈബിൾ വായിക്കുമ്പം ഇങ്ങനെ ധ്യാനിക്കും, പ്രാർത്ഥിക്കും, എന്നിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ വാക്യം കൊണ്ടുവന്ന് പറയും, മോനെ ചെയ്തേക്കരുത് എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യില്ല. So he said that daily I read the Bible. When I read the Bible, the Holy Spirit will talk to me. He will give me convictions of certain things, and after, when I am getting ready to do something wrong, Holy Spirit gives me a conviction that dear son, you are going to do a wrong thing. ചില സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ അധൈര്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറയും, ഡു ഇറ്റ്. He says that sometimes I'm not very confident to do a certain thing, and that time Holy Spirit will force me to do it, and He is giving me prompting. ഈ വചനത്തിലൂടെ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. And he said this word of God is talking to me. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് അനുസരിച്ചതല്ലാതെ വേറൊരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. And he said, I have not done anything else but obeying this word of God. That's the only thing that I did. അതാണോ നമ്മൾ ചെയ്യുന്നത്? And are we also following the same? അതാണോ നമ്മൾ ചെയ്യുന്നത്? Are we doing that? നമ്മുടെ മുഖത്ത് കർത്താവിൻ്റെ തേജസ് വെളിപ്പെടുന്നുണ്ടോ? And is our face reflecting the glory of God? ഞങ്ങൾ ഈ അടുത്ത നാളിൽ ഒരു സ്ഥലത്ത് സുവിശേഷം പറയാനായിട്ട് ഇങ്ങനെ പോയി. ഒരു ദ്വീപാണ്, അവിടെ ഇങ്ങനെ ഗോസ്പൽ പറയാനായിട്ട് പോയായിരുന്നു. അപ്പോൾ അവരുടെ ഹിന്ദുമത പശ്ചാത്തലത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു കുടുംബത്തെ കാണാനിടയായി, പരിചയപ്പെടാനിടയായി. അപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥ, അവിടുത്തെ അമ്മച്ചിയുടെ മുഖത്ത് ഞാൻ നോക്കിയപ്പം നല്ലൊരു തേജസ്സും സാധാരണയിൽ കവിഞ്ഞ ഒരു സന്തോഷവും അവരുടെ മുഖത്ത് കാണാനിടയായി. അവരുടെ മുഖത്ത് നല്ല ഒരു ദൈവ തേജസ്
കാണാനായിട്ട് എനിക്കിടയായി. I could see a kind of glory in her face, divine glory in her face. അപ്പോൾ അവരുടെ ജീവിത സാക്ഷിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. So she was telling her testimony. ഒരു പള്ളിയുടെ അടുത്തായിരുന്നു അവരുടെ വീട്. And their house was near to the church. അപ്പോൾ ആ പള്ളിയിലെ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്, എൻ്റെ പൊന്നെ, എനിക്കൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാനായിട്ട് പറ്റിയായിരുന്നെങ്കിൽ എനിക്കിതിനകത്ത് കയറി ദൈവത്തെ ആരാധിക്കാമായിരുന്നല്ലോ എന്നുള്ള ഭയങ്കരമായ ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയായിരുന്നു. She said, she was living near to a church, and then when she used to listen to the songs that is coming out of the church, she used to think that, oh God, if I would have been born as a believer or as a Christian, then I could have worshipped God inside this temple. She had that kind of feeling from her childhood. അതിനുശേഷം അവർ പറഞ്ഞു, അവരുടെ നാട്ടിൽ സുവിശേഷ വേലയ്ക്കായിട്ട് കുറേ സഹോദരന്മാർ വന്നു. അവർ വീട്ടിൽ വന്ന് പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. കാരണം എന്നെ വിളിച്ചാൽ ഞാൻ 100 വട്ടം പോകാൻ റെഡിയാണ്, പക്ഷെ അവരെന്നെ വിളിച്ചില്ല, അമ്മച്ചീനെ വിളിച്ചില്ല. പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവരോട് സുവിശേഷമൊക്കെ പറയുകയും പാട്ടുകൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. And then she recalled another incident when after some time, there were some missionaries. They came and they called all the children for some meeting, and they taught them song. And this old lady was saying that I was a bit sad because they did not call me; they only called my children to their meetings. പിന്നെ ഒരു ദിവസം അവർ വന്നിട്ട് പറഞ്ഞു, അമ്മച്ചിക്ക് വിരോധമില്ലെങ്കിൽ പോരേന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തിയുടെ ഉള്ളിലുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. താൻ ആ മീറ്റിങ്ങിന് പോയി, കർത്താവിൻ്റെ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു. After some time, these missionaries, they told this old lady that, if you are not against it, you can also join us. And she was more than willing in their heart to attend this meeting, and she became very joyful, and she attended, and she committed her life to Christ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായി. ഡോക്ടറുടെ അടുത്ത് ചെന്ന അവസാനം ഡോക്ടർമാർ അവർക്ക് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. After again time went ahead, and then after some time she became ill, and she met with a doctor, and the doctor diagnosed that she has cancer. പിന്നീട് ചികിത്സാർത്ഥം ആശുപത്രിയിൽ പല പ്രാവശ്യം പോയി, പല സർജറികൾക്കൊക്കെ വിധേയപ്പെട്ടു, മരുന്നുകളൊക്കെ കഴിച്ചു, സൗഖ്യം പ്രാപിച്ചു. And she as part of her treatment, she did so many surgeries, so many medications, and as a result of that, she was healed. വളരെ കഷ്ടമേറിയ അനുഭവത്തിലൂടെ ഈ ലേഡി കടന്നു പോകാനിടയായി. And she had gone through a very difficult time. പക്ഷെ അവരുടെ മുഖത്തെ സന്തോഷം, തേജസ്, ഞാൻ പറയാം 90% വിശ്വാസികളുടെ മുഖത്ത് ഇല്ല. And let me say this thing: the glory, the happiness, the spiritual joy that I found on her face, I could not see that joy and glory in 90% of the believers around. ആ രക്ഷിക്കപ്പെട്ടതിന്റെ സന്തോഷം, the joy of being saved, ആ പ്രത്യാശയുടെ സന്തോഷം, the joy of that blessed hope, കർത്താവിന്റെ ശക്തി തന്റെ ജീവിതത്തിൽ വ്യാപരിച്ചപ്പോൾ ലഭിച്ചതായ സന്തോഷം, the joy that she felt when God's power was over her life. ആ സന്തോഷം നമുക്കുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. So we need to examine whether we experience such a joy, Christian joy in our life. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പല കാര്യങ്ങൾ എടുത്തു മാറ്റാതെ ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ നമുക്ക് പറ്റില്ല. So dear brothers and sisters, without removing so many other things that are deep inside our heart, we cannot experience this joy and transformation. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. In Romans chapter 12 verse 2, he says that to be renewed in your mind. നമ്മുടെ മനസ്സിൽ പുതുക്കം വന്നാലാണ് രൂപാന്തരത്തിലേക്ക് വരികയുള്ളൂ. And we can see that only if a transformation happens in your mind, then only the renewal, revival happens. ഈ ക്യാമ്പിൽ അത് സാധ്യമായി തീരട്ടെ. May that happen in this camp. ദൈവത്തിന്റെ വചനം കേട്ട് ആഴമേറിയ രൂപാന്തരം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. Our prayer should be that may God bring the deep rooted transformation in our heart and mind. ഇവിടെ പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമുക്കങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ എന്നിട്ട് തോന്നണ്ടോ? And 2 Corinthians chapter 3 verse 18 says, and we all with unveiled face beholding the glory of God are being transformed into the same image from one degree of glory to the another. When you stand before the mirror, are you seeing that change? പ്രിയമുള്ളവരെ,
കർത്താവ് തേജസ്സിൻ്റെ കർത്താവാണ്. Our God is a God of glory. വിശ്വാസികളെ കർത്താവ് നയിക്കുന്നത് ജീർണതയുടെ അനുഭവത്തിലേക്കല്ല, തേജസ്സിൻ്റെ അനുഭവത്തിലേക്കാണ്. And we can see that God is not leading us into a situation of decay, but He is leading us into glory. നമുക്ക് എത്ര സമയമുണ്ട്? അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me conclude, dear brothers and sisters. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും കൂടി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താം. Now, let me say one more thing about God's character and let me conclude. 1 പത്രോസ് 1-ാം അധ്യായം 14-16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ദൈവം പറയുന്ന പ്രസ്താവന ഗോഡ് ഈസ് ഹോളി. When you turn to First Peter chapter 1, there we can see a statement that Apostle Peter makes about God and His character, that is, God is holy. അതിന് എനിക്ക് എന്താ കുഴപ്പം? So we might think, so what? ഗോഡ് ഈസ് ഹോളി, ദൈവം വിശുദ്ധരാണെങ്കിൽ ദൈവത്തിനുള്ള അതിന് എനിക്ക് എന്താ കുഴപ്പം? We might think, okay, God is holy, so what? പക്ഷേ ദൈവത്തോട് ഉടമ്പടി ചെയ്ത ജനത്തോട് ദൈവത്തിന് പറയാനുള്ള ഐ ആം ഹോളി, therefore you also be holy. This is what God is talking to the people whom God made covenant with Him, that if I am holy, you are also supposed to be holy. ലോകത്തിലെ ജാതീയ രാജ്യങ്ങളെല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് അവരോട് സീനായി പർവ്വതത്തിന്റെ മീതെ എന്ന് വെച്ച് പറഞ്ഞില്ല, യു ബി ഹോളി. തന്നോട് ഉടമ്പടി ചെയ്ത ആളുകളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും നടക്കാനായിട്ട് പറ്റില്ല, നിങ്ങൾ ജാതികളുടെ മര്യാദ അനുസരിച്ച് നടക്കാൻ പറ്റില്ല, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. God did not summon all the people from all the tribes and languages to the Mount of Sinai, and God did not ask all of them to be holy, but He commanded the people with whom He made covenant. He commanded them to be holy. You cannot follow the practices of the Gentiles. പുതിയ നിയമത്തിലെ വിശ്വാസികളോട് പറയും, നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്, ചോരത്തളി ആചരിച്ച ആളുകളാണ്, നിങ്ങൾ ഇനി പഴയ ആളുകളായിട്ട് തുടരുവാൻ പാടില്ല. And to the New Testament believers, Christ is saying that you are related to me in a new covenant, and you cannot live just like any other people. ദൈവത്തിൻ്റെ ജനം ദൈവപരിജ്ഞാനത്തിൽ നിന്നില്ലെങ്കിൽ അവർ നശിച്ച് പോകും. And God's holy people, if they don't have, they stand in godly wisdom. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ഫോർ ദ ലാക്ക് ഓഫ് നോളജ്. സയൻസ് അറിയില്ല, ബയോളജി അറിയില്ല, എക്കണോമിക്സ് അറിയില്ല എന്നുള്ളതല്ല, സർവശക്തനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, പ്രമാണങ്ങളെ കുറിച്ച് അറിയില്ല, അവരെ അത് ആരും ഉപദേശിച്ചുമില്ല, അവർ പഠിച്ചുമില്ല. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ജനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. And if you look at the prophecy of Hosea, he said that my people are getting destroyed because of the lack of knowledge. Even if you don't know biology or physics or chemistry, then there is no problem. But if you have a lack of godly wisdom, you will be destroyed. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ 3:15 പറഞ്ഞു, ടുഡേ ഇഫ് യു വിൽ ഹിയർ ഹിസ് വോയിസ് ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്സ് ആസ് ഇൻ റിബല്യൻ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനത്തിനെതിരെ കടിപ്പിക്കാനായിട്ട് പാടില്ല, അതിനെ സ്വീകരിക്കുക അത്രേ വേണ്ടത്. So that's why Hebrews chapter 3 verse 15 says that if you hear his voice, do not harden your hearts as in rebellion. That is what God is expecting of us today. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ദാസൻ നമ്മളോട് പറയുന്നത്, നമ്മൾ പഴയ ആളുകളല്ല, നമ്മൾ പുതിയ ആളുകളാണ്. ടോട്ടലി, അല്പമല്ല, ഏതാണ്ടല്ല, ടോട്ടലി ന്യൂ ക്രിയേഷൻ. And Apostle Paul is talking to us that you are no more old creation. You are no more old the past of believers, but you are totally a new creation. നമ്മൾ പഴയ വണ്ടി മേടിച്ച് ഷോറൂമിൽ കൊടുത്ത് പെയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് പുതിയ ലെതറൊക്കെ വെച്ച് ഇറക്കിയ വണ്ടിയല്ല ഇത്. ബ്രാൻഡ് ന്യൂ വെഹിക്കിളാണ്. Now we can see that we are not the old vehicle which we give to the showroom and they put new paint and new seat covers, and we are not people like that. We are brand new believers. ഇത് 90 വയസ്സായൊരു മുത്തശ്ശിയല്ല, ഇത് ന്യൂ ബോൺ ബേബ് ആണ്. ന്യൂ ബോൺ ബേബ്. So even the 90-year-old person, when he or she become a believer, he is a newborn in Christ. സർവശക്തനായ ദൈവം സംസാരിച്ച എന്നെയും കേട്ട നിങ്ങളെയും ബലപ്പെടുത്തട്ടെ. So may God Almighty strengthen you and me to follow these words. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. May God's name be glorified.